നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ കാലത്ത് എത്ര വേഗത്തിലാണ് വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ലോകത്ത് എവിടെ എന്ത് സംഭവം നടന്നാലും അത്രയും വേഗത്തിൽ തന്നെ അത് നമ്മളിലേക്ക് എത്താറുണ്ട്. എന്നിട്ടും ഇക്കാലത്ത് പോലും ഈ 2026 പോലും സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മുക്കുകയും ചിലതൊക്കെ വളച്ചൊടിച്ച് മാത്രം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച അരങ്ങേറുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ രാജ്യം ഹോളി ആഘോഷിക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഉത്തം നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അവിടെ ഹോളി നമുക്ക് എല്ലാവർക്കും അറിയാം, നിറങ്ങളുടെ ആഘോഷമാണ്. നിറങ്ങൾ വാരി വിതറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശ്വാസികളായിട്ടുള്ളവരും അല്ലാത്തവരും വിശ്വാസമില്ലാത്തവർ പോലും ഒരുപക്ഷെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലൊക്കെ ഭാഗമാവാറുണ്ട്. നമുക്കറിയാം, കോളേജിലും സ്കൂളിലുമൊക്കെ പരസ്പരം നിറങ്ങൾ വാരിത്തേക്കുകയും ഈ നിറം കലക്കിയ വെള്ളം തെറിപ്പിക്കുകയും ചീറ്റിക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഉത്തം നഗറിലുള്ള ഒരു പ്രദേശത്ത് അവിടെ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ ഈ കളർ വെള്ളം നിറച്ച ബലൂൺ ഉണ്ടായിരുന്നു. അത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അയൽ വീട്ടിലെ ഒരു സ്ത്രീയുടെ ദേഹത്തേക്ക് വീണതോ എറിഞ്ഞതോ എന്തോ ആവട്ടെ, 11 വയസ്സുള്ള ഈ കുട്ടിക്ക്. അപ്പോൾ അവരൊരു പർദ്ദാധാരിയായിരുന്നു, മതവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ദേഹത്ത് ഈ ബലൂൺ വീണ് പൊട്ടുന്നു. പക്ഷേ ഇത് ഒരു സാമുദായിക വിഷയത്തിലേക്ക് പോകുമെന്ന് മനസ്സിലായ ഈ കുട്ടിയുടെ വീട്ടുകാർ അവരൊന്നടങ്കം ഇവരോട് പോയി മാപ്പ് പറയുന്നു. അബദ്ധം പറ്റിയതാണ്, 11 വയസ്സുള്ള കുട്ടിയാണ്, അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറയുന്നു. പക്ഷേ അവർ അതുകൊണ്ട് നിർത്താൻ ഒരുക്കമല്ലായിരുന്നു. അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി. അത് വലിയ പ്രശ്നമായി, വലിയ കലാപത്തിലേക്ക് അത് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തല്ലുന്ന വിഷയമായി. ആ പ്രദേശത്ത് തന്നെ വല്ലാത്തൊരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. ഇതൊന്നും അറിയാതെ തരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം ആക്രമിക്കപ്പെടുന്നു ഈ മറ്റൊരു കൂട്ടരിൽ നിന്ന്. അതിഗുരുതരമായ രീതിയിൽ ഇരുമ്പടിക്കും മറ്റുമൊക്കെ തലയ്ക്കൊക്കെ അടി കിട്ടി ഇയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും ആ സംഭവത്തിന് നിറമങ്ങ് മാറി. അല്ലെങ്കിൽ തന്നെ അതിന് മുമ്പ് തന്നെ ആ സംഭവത്തിന് നിറം മാറി സാമുദായികമായിട്ടുള്ളൊരു സ്പർദ്ധയിലേക്ക് അത് മാറിയിരുന്നു. തുടർന്ന് ഡൽഹിയാണ്, തലസ്ഥാന നഗരമാണ്. അവിടെ പോലീസിനെയും സുരക്ഷാ സേനയും ഒക്കെ വിന്യസിക്കുന്നു. പക്ഷേ ഈ കുറ്റം ചെയ്തവരെ എൻകൗണ്ടർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മരിച്ച തരുൺകുമാറിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വലിയ പ്രക്ഷോഭം ആരംഭിക്കുന്നു. അപ്പോൾ ഇത് അധികാരികളുടെ കയ്യിൽ നിൽക്കാത്ത തരത്തിലേക്ക് ഇത് പോകും എന്ന് മനസ്സിലായപ്പോൾ കുറ്റക്കാർക്കെതിരെ അതിനിശ്ചിതമായിട്ടുള്ള കർശനമായ നടപടിയിലേക്ക് സർക്കാർ തുനിയുന്നു. അങ്ങനെ 4 പേരെ ആദ്യ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒരാൾ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയാണ് എന്ന് ഓർക്കണം. അതായത് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത ഒരു സമാധാന മതസ്ഥനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രായവ്യത്യാസമില്ലാതെ ഈ ആക്രമണത്തിൽ ഇത്തരക്കാർ മതവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പങ്കുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു വാർത്തയായിട്ട് പോലും കൊടുത്തിട്ടില്ല. അത് കൊടുത്ത മാധ്യമങ്ങളാട്ടെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഡൽഹി സർക്കാർ ഉത്തർപ്രദേശ് സർക്കാരിനെ പോലെ തന്നെ ബുൾഡോസർ രാജ് നടത്തുന്നു എന്ന തരത്തിലാണ് മീഡിയ വൺ എന്ന ആ മാധ്യമം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രതികളുടെ പേര് വരെ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിസാമുദ്ദീൻ എന്ന പേരുള്ള ഒരു പ്രതിയുടെ അനധികൃതമായിട്ടുള്ളൊരു കെട്ടിടം, ഉത്തംനഗറിലെ കെട്ടിടം അവിടുത്തെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചു മാറ്റി. അപ്പോൾ ഇതിനുശേഷം ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ഇത് വാർത്ത കൊടുക്കാൻ തയ്യാറായി. കാരണം ഉത്തർപ്രദേശ് ആസാമൊക്കെയാണല്ലോ ഈ ബുൾഡോസർ രാജ്. അതായത് പ്രതിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ, അയാളുടെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ അനധികൃത കെട്ടിടമുണ്ടെങ്കിൽ അതങ്ങ് ആദ്യം പൊളിക്കുകയാണ് യോഗി ആദിത്യനാഥൊക്കെ ഉത്തർപ്രദേശ് ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഹിമന്ത വിശ്വ ശർമ്മ ആസാമിലും ചെയ്യാറുണ്ട്. അപ്പോൾ സമാനമായ നടപടിയിലേക്കാണ് ഇപ്പോൾ ഡൽഹിയും പോയത്. അപ്പോൾ ഇങ്ങനെ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി തന്നെ എക്സിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വാർത്ത കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വാർത്ത കൊടുത്തപ്പോൾ പോലും ഈ നിസാമുദ്ദീൻ എന്ന വ്യക്തിയുടെ പേര് ആകാശ് എന്നാണ് മീഡിയ വൺ കൊടുത്തിരിക്കുന്നത്. ആകാശും കൂട്ടാളികളും കൂടി തരുൺകുമാറിനെ കുത്തിയും വെട്ടിയും കൊന്നു എന്ന തരത്തിലാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇത് സത്യവുമായിട്ട് നിരക്കുന്നൊരു വാർത്തയല്ല. കാരണം നിസാമുദ്ദീൻ എന്നു പേരുള്ള ഒരു പ്രതിയാണ്. അയാളുടെ കൂട്ടത്തിലുള്ള കൂട്ടുപ്രതികളും എല്ലാം മുസ്ലിം നാമധാരികളാണ്. അവരാണ് ഹിന്ദു യുവാവായിട്ടുള്ള തരുണിനെ, 26 വയസ്സുള്ള തരുണിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മീഡിയ വൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ആകാശും കൂട്ടാളികളും കൂടി തരുൺകുമാർ എന്നൊരാളെ കൊന്നു എന്ന തരത്തിലാണ്. അപ്പോൾ അവിടെ ഈ സാമുദായിക പ്രശ്നത്തിൻ്റെ ഒരു വിഷയം വരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് സാമുദായിക വിഷയമാണ്. ഇതിനെല്ലാം തുടക്കം ഒരു 11 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണതോ അല്ലെങ്കിൽ എറിഞ്ഞതോ ആയിക്കോട്ടെ, 11 വയസ്സുള്ള ഈ ബലൂണിൽ നിന്നാണ്. അതായത് ഈ കളർ ബലൂൺ ഈ പർദ്ദയിട്ട ഈ സ്ത്രീയുടെ ദേഹത്ത് വീഴുന്നു. ഇവർ കുടുംബങ്ങൾ പോയി മാപ്പ് പറഞ്ഞിട്ടും അവർ ആ മാപ്പാപേക്ഷ സ്വീകരിക്കാതെ അത് വലിയ വിഷയമാക്കി. അത് സാമുദായിക വിഷയം, മതപരമായിട്ടുള്ള വിഷയമാക്കി മാറ്റി വലിയ പ്രശ്നത്തിലേക്ക് പോയി. ഒടുവിൽ ഇതിലൊന്നും ഭാഗമല്ലാത്ത ഒരു നിരപരാധിയായിട്ടുള്ള 26 വയസ്സുള്ള ഈ തരുൺകുമാർ എന്ന് പറഞ്ഞ അയാളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കലാശിക്കുന്നു. തുടർന്ന് വലിയ പ്രശ്നമുണ്ടാകുന്നു.
അപ്പോൾ ഇത് ദേശീയ മാധ്യമങ്ങൾ പലതും ഞാൻ നോക്കിയപ്പോൾ പലതും പല രീതിയിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ സംഭവം നടന്നത് യാഥാർത്ഥ്യമാണ്. ഇത് തുടങ്ങാനുള്ള കാരണവും ഈ ബലൂണാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ അയൽക്കാർ തമ്മിൽ പല കാര്യത്തിലും പ്രശ്നമുണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിലും അയൽവക്ക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അതിർത്തി തർക്കം, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് ഇങ്ങനെയൊരു സംഭവം കൂടി നടന്നപ്പോൾ അത് അവർ ചിലത് മുതലാക്കുകയും അതൊരു വലിയ കലാപത്തിലേക്ക് പോവുകയും ഇതിലൊന്നും ഭാഗമല്ലാത്ത ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് വരുന്നത്. പക്ഷേ സംഗതി ഈ ഹോളി ആഘോഷമായിട്ട് നടന്നതാണ്. ഇങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ബലൂൺ അപ്പുറത്തേക്ക് വന്ന് വീണു, ഈ സ്ത്രീയുടെ ദേഹത്ത് വീണു. അവർക്കത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരതല്ല ചെയ്തത്. അതൊരു പക്ഷേ അവർ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് അത് പോയി. ഇപ്പോൾ ഡൽഹി സർക്കാരിന് കർശനമായിട്ട് അതിൽ ഇടപെടേണ്ടത് വന്നു. നിസാമുദ്ദീൻ എന്നൊരാളുടെ കെട്ടിടം പൊളിക്കുന്നു. പക്ഷേ ആ വാർത്ത പോലും ഇവിടെ തെറ്റിച്ചാണ് കൊടുക്കുന്നത്. അത് മീഡിയ വൺ. ബാക്കി മാധ്യമങ്ങൾ അത് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇവിടെ പ്രതി നിസാമുദ്ദീൻ്റെ പേര് അവർ ആകാശം എന്നാണ് കൊടുക്കുന്നത്. ആകാശം കൂട്ടാളികളും കൂടി തൻകുമാറിനെ കൊന്നു എന്ന തരത്തിലാണ് അവർ വാർത്ത കൊടുക്കുന്നത്. അവർ ദേശീയ മാധ്യമങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും അതിൽ വ്യക്തമായിട്ട് പ്രതികളുടെ പേരും കൊല്ലപ്പെട്ട ആളുടെ പേരും ഒക്കെ ഉണ്ട്. കുറേ കൂടി നമ്മൾ ചൂടുന്ന ഇതിൻ്റെ തുടക്കം നോക്കുമ്പോഴാണ് ഈ സംഭവമൊക്കെ മനസ്സിലാവുന്നത്. അവരെന്തായാലും അത് വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് പോലും നമ്മുടെ ഇവിടുത്തെ മലയാള മാപ്രകൾ ഇത് വാർത്ത പോലും കൊടുത്തിട്ടില്ല. വാർത്ത കൊടുത്തവരാവട്ടെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഇതൊന്നുമില്ലാത്ത കാലത്തൊക്കെ ഇവരെത്രമാത്രം കള്ളങ്ങളാണ്, അല്ലെങ്കിൽ അജണ്ട വെച്ചിട്ട് എന്തൊക്കെ വാർത്തകളാണ് പടച്ചുവിടുകയും വളച്ചൊടുക്കുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ബുൾഡോസർ രാജാണ്. ഇനി ഇവർക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നഷ്ടപ്പെടുന്നത് ഒരു പ്രത്യേക കൂട്ടരുടെ അനധികൃത കെട്ടിടങ്ങളും മറ്റുമാണല്ലോ. അപ്പോൾ വാർത്ത കൊടുത്തല്ലേ പറ്റൂ.